ഓക്കെ. എൻ്റെ വോയിസ് ഇടയ്ക്ക് സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എനിക്കിവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ. എനിവേ താങ്ക് യു ഓൾ. അപ്പോൾ മാക്സിമം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം. റെഡിയാണോ എല്ലാവരും? യെസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷൻ എടുക്കുന്ന നമ്മുടെ സുഹൈർ ഫിറസ് സാറാണ്. സാറുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്മൈലാണ്. ഓക്കെ. അപ്പോൾ ഈ സ്മൈൽ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി സുഹൈർ സാർ ഇൻവൈറ്റ് ചെയ്യാണ്. സുഹൈർ സർ, പ്ലീസ് വെൽക്കം സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. നല്ലൊരു മെഡിറ്റേഷന് ശേഷം നമ്മൾ കുറച്ച് സമയം കുറച്ച് പുഞ്ചിരിയോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രഭാതം ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. ഓക്കെ. ഈ പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പരിചിതമായ ഒരു സംഗതിയാണ്. അപ്പൊ എന്തുകൊണ്ട് പുഞ്ചിരിയെ കുറിച്ച് നമ്മൾ ഇത്ര ഒരു സെഷനിൽ സംസാരിക്കുന്നു എന്ന് ചിലപ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിന് മാത്രം നമുക്കിപ്പോ സംസാരിക്കാൻ മാത്രമൊക്കെ ഉണ്ടാവും. പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. എല്ലാ ആളുകളും ഏറ്റവും നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് എങ്ങനെയാണ് സാർ എന്തെങ്കിലും പറഞ്ഞോ? ഹലോ, ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ഓക്കെ ചെയ്തോളൂ. ഓക്കെ ഓക്കെ. അതായത് ലോകത്തില് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഭാഷ അറിയാത്തവർക്ക് പോലും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടാന് അവരുടെ മനസ്സിലുള്ള സന്തോഷങ്ങള്, മറ്റുള്ളവരോടുള്ള ആഭിമുഖ്യം, അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം, എല്ലാ സംഗതികളും ഒരു എന്താ പറയാ, ഒരു ഇൻവെർബൽ അല്ലെങ്കിൽ നോൺ വെർബൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ടൂളാണ് ശരിക്ക് പുഞ്ചിരി എന്ന് പറയുന്നത്. അതിന് ഭാഷ, ജാതി, മത, ദേശ വ്യത്യാസമില്ലാതെ നമുക്ക് കൊടുക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഭയങ്കരമായൊരു പവർഫുൾനെസ് ഉണ്ട്. കാരണം നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു സംഗതിയായിരിക്കാം ഒരു സ്മൈലി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അത്ര വലിയ സീരിയസ് ആക്കി എടുത്തു കാണണമെന്നില്ല. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കുന്ന പവർ എന്ന് പറയുന്നത് പല ആംഗിളിൽ നമുക്ക് അതിന്റെ ഒരു സ്വാധീനം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ കുറെ ദീർഘമായിട്ട് ഉള്ള ഒരു സംസാരമല്ല, വളരെ കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ജസ്റ്റ് ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മള് രണ്ടുപേര് തമ്മിൽ കണ്ടുമുട്ടുന്നു വിചാരിക്കുക. ഈ കണ്ടുമുട്ടുന്ന അവസരത്തിൽ നമ്മൾ ജസ്റ്റ് ഒരു പുഞ്ചിരി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതോട് കൂടി ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ എന്താ പറഞ്ഞാല്, തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ തീർച്ചയായും നമ്മോട് പുഞ്ചിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു മുഖം കനപ്പിച്ച് ഒരു അങ്ങനെയാണ് നമ്മളുടെ ഒരു ഫംഗ്ഷനിലോ മറ്റോ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായും നമുക്ക് തിരിച്ചും അത് അങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾക്ക് എന്താണോ ഇങ്ങോട്ട് കിട്ടേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നന്നായിട്ട് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ച് അത് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് തിരിച്ചും കിട്ടുന്ന ഒരു എന്താണ് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന ഒരു മിറർ പോലെ നമുക്ക് അങ്ങോട്ട് കൊടുത്താൽ അതേ സമയത്ത് തിരിച്ച് കിട്ടുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് നമുക്ക് പുഞ്ചിരിയെ കാണാൻ കഴിയാം. അതിന് ഒരുപാട് തലങ്ങൾ അതിന് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു സൈക്കോളജിക്കൽ ലെവലിൽ നമ്മൾ പുഞ്ചിരി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ശരീരത്തിൽ നമുക്ക് സന്തോഷത്തിന്റെയും അതോടൊപ്പം തന്നെ ആഹ്ലാദത്തിന്റെ ഒക്കെ ഒരു ഹോർമോണുകൾ നമുക്കൊക്കെ അറിയാം. ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ തുടങ്ങുന്ന സംഗതികളൊക്കെ പുഞ്ചിരിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഒരു നിസ്സാരമായ സംഗതി അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, മനസ്സിന്റെ സമ്മർദ്ദങ്ങള്, ആ സമ്മർദ്ദങ്ങളൊക്കെ ശരിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഹോർമോണായിട്ട് പറയാറുണ്ട്, കോർട്ടിസോൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഹോർമോണുകൾ കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് മനഃശാസ്ത്രപരമായിട്ട് തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സുകൾ
ചെയ്യാൻ അല്ലെങ്കിൽ അത് കുറക്കുവാൻ ശരിക്ക് ഒരു പുഞ്ചിരിയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വശം. അതോടൊപ്പം മറ്റൊരു വശം എന്ന് പറയുന്നത് അതിന്റെ ഒരു സാമൂഹിക തലമാണ്. അതായത് ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളിപ്പോ ഒരു സദസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മൾ ആ സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ എല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായും അവരുടെ ഒക്കെ ഒരു അറ്റൻഷൻ നമ്മളിലേക്ക് വരും. നിങ്ങളിപ്പോ സമൂഹത്തിൽ പല വേദികളിലും സംസാരിക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ നേരെ ഒരു വിഷയത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പരിചയമില്ലാത്ത ഒരു പുതിയൊരു സദസ്സാണ്. നമ്മൾ നേരെ വിഷയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ സ്റ്റാർട്ടിങ് ടു എൻഡ് അവര് ഒരു മൂഡ് ഓഫിലായിട്ടോ അല്ലെങ്കിൽ ഒരു അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും ഇരിക്കുക. അതേ സമയത്ത് നിങ്ങൾ അവരൊക്കെ കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്, നിങ്ങൾ സംസാരിക്കാനായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെയും നോക്കിയിട്ട് ഒരു 5 സെക്കൻഡ് ആദ്യം ഒന്നും പറയാതെ ജസ്റ്റ് എല്ലാവരുടെയും മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ആ സദസ്സിന്റെ മൊത്തം അറ്റൻഷൻ നമ്മളിലേക്ക് കയറി വരുന്നത് കാണാൻ കഴിയും. ഇതൊരു നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ, നമ്മളെ ശ്രദ്ധിക്കണം, നമ്മളെ കേൾക്കണം, നമ്മളുടെ കൂടെ സഞ്ചരിക്കണം എന്നാണ് ഓഡിയൻസിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അത് ഒരൊറ്റ പുഞ്ചിരിയിലൂടെ എല്ലാവരെയും നോക്കി എല്ലാവരും ചിരിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർത്താനം പറയുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും, ഇവരെ നമ്മളെ കയ്യിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അതിന്റെ ഒരു പവറാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏതൊരു മേഖലയിൽ, ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ മീറ്റിംഗിൽ മാത്രമല്ല, ഒരു കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ അടക്കം അവരെ നമുക്ക് ആ ബിസിനസ് ഏറ്റവും നല്ല രീതിയിൽ പിച്ച് ചെയ്യാൻ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള പുഞ്ചിരിയോട്, ഇപ്പൊ ബിസിനസ്സിലൊക്കെ പുഞ്ചിരി എന്ന് ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര ഇതിൽ പുഞ്ചിരിക്കുന്ന ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അടക്കം സംഗതികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള കൃത്രിമത്വത്തിലേക്കല്ല പോകുന്നത്, നമ്മളുടെ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംഗതി, അല്ലാതെ അതിന്റെ കുറെ കാട്ടിക്കൂട്ടലുണ്ടോ അതല്ലെങ്കിൽ ഏച്ചുകെട്ടൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനമല്ല. മറിച്ച് സ്വാഭാവികമായിട്ടും നമ്മളത് കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായും അത് അവരുടെ ഇടയിൽ ഒരു വിശ്വാസം നമ്മളെ കുറിച്ച് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ അതൊരു നമ്മൾ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന സമയത്ത് അതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പൊ അതായത് സൗഹൃദത്തിന്റെ ചുവടുവെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നാട്ടിലാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും നമുക്ക് ഒരാളോട് ഏറ്റവും നല്ല രീതിയിൽ ആദ്യം ഒന്ന് പുഞ്ചിരിച്ച് പിന്നീട് നമ്മൾ അവരുടെ കുശലാന്വേഷണം നടത്തി അങ്ങനെ ഒരു സാമൂഹിക ബന്ധങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ കാലത്തും, ചരിത്രത്തിലെ എല്ലാ കാലത്തും പല സംസ്കാരങ്ങളിലും ഇതൊരു വലിയൊരു പ്രധാനമുള്ളൊരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. പ്രവാചകന്റെ ഒരു വാക്യമുണ്ട്, അതായത് പ്രവാചകൻ പ്രൊഫറ്റ് മുഹമ്മദിന്റെ ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. അതായത് നമുക്ക് ആളുകൾക്ക് ദാനമായിട്ട് കൊടുക്കുന്ന സംഗതി ഉണ്ടല്ലോ, സമ്പത്താണ് പൊതുവെ ദാനം ചെയ്യുന്നത്. അപ്പോ സമ്പത്ത് ദാനം ചെയ്യുന്ന ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഒരു ദാനം കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടോ, അല്ലെങ്കിൽ വലിയൊരു ചാരിറ്റിയോ മറ്റോ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എത്രത്തോളം മഹത്തരമാണോ, അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതായത് പുഞ്ചിരി ഒരു ദാനമാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിലപ്പോ ഒരുപാട് പണം മുടക്കിയിട്ട് ചെയ്യുന്ന ഒരു ചാരിറ്റി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അയാളിൽ നിന്ന് വരുന്ന ഒരു പുഞ്ചിരി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പവർ എത്രത്തോളം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ശരീരത്തിലുള്ള ചിരിയും മറ്റുമൊക്കെ നമ്മളെ തന്നെ ശരീരത്തിലെ ഒരു എന്താണ് പറയാ മുഖത്തിനും അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു നമ്മുടെ തന്നെ സ്വയം എന്താ പറയാ സൗന്ദര്യത്തിനും അതിന്റെ ഒരു മുഖത്തെ പേശികൾക്കും ഒക്കെ ഒരു ബെനിഫിറ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗൗരവത്തിൽ നിൽക്കുന്നതിനേക്കാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിലകൊള്ളുക എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ചില സമയത്തെങ്കിലും നമ്മുടെ ഒരു സ്വാഭാവികമായ പ്രകൃതി അനുസരിച്ച് നമുക്ക് പോകാൻ കഴിയുള്ളൂ. എല്ലാവരും ഒരേപോലെ സ്മൈലി ഫേസ് ആയിക്കോളുന്നില്ല. ചില ആളുകളുടെ ഒരു ഡിഫാൾട്ട് ചിലപ്പോ വേറെ രീതിയിലായിരിക്കാം. പക്ഷെ കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യാ, ചിലർക്ക് ഡിഫാൾട്ട് ആയിട്ട് തന്നെ ചിരി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോഴെങ്കിലും അത് എന്ത് ചെയ്യാ, ബോധപൂർവം തന്നെ ആ ലെവലിലേക്ക് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് പല നിലക്ക് നമുക്കും, അതായത് നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല അതിന്റെ ബെനിഫിറ്റ് നമുക്കും തന്നെയും സ്വയം കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ അർത്ഥത്തിൽ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴും ഇന്ററാക്ട് ചെയ്യുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും സംസാരിക്കുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ പുഞ്ചിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അത് നമ്മളുടെ ജീവിതത്തിൽ ചെറുതാണെങ്കിലും വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ.
Okay. Thank you, sir. Thank you so much. So, team members, മാജിക് മോർണിംഗ് എങ്ങനെ ചിരിക്കണം എന്ന് പറയാൻ കുറച്ച് സമയം മതിയല്ലോ അറിയാം. അതെ 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 കുറെ നീട്ടി പറയൊന്നും വേണ്ട. നമ്മള് വാക്കുകൾ ചുരുക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ക്ലബ് ഉണ്ട്, ചിരി ക്ലബ്ബ്, ചിരിക്കണ ഉണ്ടല്ലേ? ക്ലബ്. അതെ അതെ അതെ. അതുപോലെ തന്നെ ചിരി, പിന്നെ ചികിത്സ ഉണ്ട്, ചിരിക്ക. സ്മൈലി തെറാപ്പി അല്ലേ? അതെ, അതൊരു അതിന്റെ ഒരു ട്യൂണാണ്. അതായത് നമ്മളിപ്പോ വെറുതെ കുറെ ആളുകൾ ഇങ്ങനെ വിളിച്ചെടുത്തിട്ട് ആദ്യം ഹാ അറിയും, പിന്നെ നമ്മള് ഹ ഹാറ്, പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി 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 കൊടുത്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ തന്നെ ചിരി വരും. അങ്ങനത്തെ ഒരു ട്യൂണാണ്. അങ്ങനത്തെ പല പരിപാടികളും നടക്കുന്നുണ്ട്. എന്തായാലും ചിരി അതെ അതെ അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടും കൂടിയാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളജും കൂടി ഷെയർ ചെയ്യാലോ. അങ്ങനെ ഒരാള് മാത്രം സംസാരിക്കുന്നില്ല. അതായത് നമ്മൾ ഒരുപാട് ആളുകൾ കൂടി വരുമ്പോ അങ്ങനെ കൂടി കൂടി വരുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിയിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു റസാഖ് സർ. ദെൻ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇപ്പൊ ഈ ചിരിയുമായി റിലേറ്റഡ് എക്സ്പീരിയൻസുകൾ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹലോ ഹലോ ജാസ്, ഹലോ, പറഞ്ഞോളൂ ഹലോ പ്രീത മാം. സാർ, വളരെ നല്ലൊരു ക്ലാസ്. ടോപ്പിക് സൂപ്പർ ആയിട്ടുണ്ട്. സ്മൈല് ഇന്ന് ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തില് എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ പരിചയമുള്ള ആളുകളായ പോലും നമ്മുടെ ഓപ്പോസിറ്റ് വരികയാണെന്ന് നമ്മള് നമ്മുടേതായ ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, ആ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കില്ല. ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിലും പരിചയമുള്ള ആളുകളെ പോലും കണ്ടാൽ ചിരിക്കാത്തൊരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ സ്മൈലി എന്ന് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ എല്ലാത്തിനും നമുക്ക് ഇനിയിപ്പോ എത്ര ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരെ നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ സ്മൈല് ചിരിച്ചുകൊണ്ട് ചെല്ലുന്ന ആ ഒരു സമയത്ത് അവർക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. നമ്മൾ ചിരിച്ച് സംസാരിക്കുക, ചിലപ്പോൾ അവർക്ക് അത്രയും ക്രിട്ടിക്കൽ ആയിരിക്കും, പക്ഷെ ചിരിച്ച് എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വളരെ ആശ്വാസമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ചിരി പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആള് വരുന്നുണ്ടാവുക. പക്ഷെ നമ്മളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതൊരു വിഷമാണ്. നമ്മളോട് അവർക്കുള്ള ആ ഒരു സമീപനം പിന്നീട് കാണുമ്പോഴും അതന്നെ ആയിരിക്കും. സ്ഥിരമായിട്ട് എത്ര വൈരാഗ്യമുള്ള ആളുകളായാലും സ്ഥിരമായിട്ട് ഒരേ വഴി കൂടെ തന്നെ ഒരു 10 പ്രാവശ്യം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് പരസ്പരം അവരുടെ ആ ഉള്ളിലുള്ള ദേഷ്യം മാറും എന്നുള്ളതാണ് പറയുന്നത്. ഒരേ സമയത്ത് ഇതിങ്ങനെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മുഖത്ത് നോക്കി ചിരി വരും എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ സാറ് പറഞ്ഞ പോലെ സൗന്ദര്യം വർദ്ധിക്കാൻ നല്ലതാണെന്ന് പറയുന്നു ചിരി, പുഞ്ചിരി. ഓക്കെ, മുഖത്തെ അതുപോലെ ആ എക്സ്പ്രഷൻ കാണുന്നത് വളരെ സന്തോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ സാർ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഈ ചിലർക്കെങ്കിലും ഇനിയിപ്പോ നമ്മളത് പിന്നെ ചിലർക്കെങ്കിലും അവരുടെ ഒരു പല്ല് അതൊക്കെയാണ് പലപ്പോഴും ചിരിയിൽ നിന്ന് മറച്ചു വെക്കുന്ന കാര്യം. അപ്പൊ അവർക്ക് തന്നെ തോന്നും, ചില കോംപ്ലക്സ് ഉണ്ടാവും, എന്റെ ചിരി അത്ര ശരിയാവില്ല, എന്റെ പല്ല് അത്ര കാണിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. അതും ശരിക്കും ഇതിൽ പരിഗണിക്കേണ്ട തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ശരിക്കും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ചെറിയൊരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പുഞ്ചിരിയിലേക്ക് വരാം. ഇൻ കേസ് അങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ളവർക്ക് ശരിക്കും അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും അവർക്ക് ആ ചിരിയിലേക്ക് വരാം എന്നുള്ളതാണ്. സത്യത്തിൽ എന്റെയൊക്കെ അനുഭവം അങ്ങനെ തന്നെ. എനിക്കൊരു 8-10 വർഷം മുമ്പ് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു. അതിനുശേഷമാണ് ശരിക്ക് ഞാൻ തന്നെ മാറിയത്. അപ്പോൾ ഇതേപോലെ പലർക്കും അങ്ങനെയും ഉണ്ടാവും. അതൊക്കെ നമുക്ക് മറികടന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുള്ളതാണ്. മറ്റൊരു ആഡ് ഓൺ ചെയ്യാൻ എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് നമുക്ക് സാധാരണ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ പരിചയമുള്ള ആളുകളെ പുഞ്ചിരിനെ ഇപ്പൊ മാം തൊട്ടുമുമ്പ് പറഞ്ഞു. സത്യത്തില് പരിചയമുള്ളവരോട് മാത്രമല്ല, ഇപ്പൊ നമ്മളോട് ശത്രുത പുലർത്തി നിൽക്കുന്ന ഒരാളുണ്ട് വിചാരിക്കുക, അതിന് നമ്മോട് എന്തോ ഒരു വൈരാഗ്യം, നമ്മുടെ ഒരു ദേഷ്യം, ഇങ്ങനത്തെ ഒരാളോട് നമ്മൾ എന്തെങ്കിലും തീർച്ചയായും അങ്ങോട്ട് പുഞ്ചിരിക്കാറില്ല. കാരണം അവരങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ നിൽക്കുന്ന സ്വഭാവം ഉണ്ടാകുക.
എന്നാൽ ഇതിലൊരു മാജിക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളോട് ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചോ അല്ലെങ്കിൽ വെറുപ്പ് നിലനിർത്തിയോ നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ആദ്യം ഒന്ന് പുഞ്ചിരിക്കുക. ഇയാൾക്ക് ഇപ്പൊ എന്താ പറ്റിയത് എന്നൊക്കെ ആദ്യം നോക്കുമായിരിക്കും. വീണ്ടും രണ്ടാമതും മൂന്നാമതും കാണുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അയാളുടെ മനസ്സ് മാറും. സ്വാഭാവികമായിട്ട് അയാൾ പറയും, ഇയാൾക്ക് ഇപ്പൊ ഉള്ളിലൊന്നും ഇല്ലല്ലോ, എന്നെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ. ഇത് അടുത്തൊരു ഘട്ടത്തിൽ നിങ്ങളുമായിട്ട് പിന്നെ എന്താണ് അകന്ന് നിൽക്കുന്ന ഒരു ബന്ധം തിരിച്ചു വരാൻ ചിലപ്പോൾ ഈ നിങ്ങൾ തന്നെ അറിയാതെ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൽപ്പിച്ചു കൂട്ടി ബോധപൂർവ്വം തന്നെ കൊടുക്കുന്ന ചില സ്മൈലീസ് എന്ത് ചെയ്യും അവരുടെ മനസ്സിൽ ആ പകയോ മറ്റുള്ള മുമ്പുണ്ടായിരുന്നതൊക്കെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കുകളും കൂടി നമുക്ക് പ്രായോഗിക്കാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ അതിനെ അന്തം വിട്ടു പോകും. നമ്മൾ തെറ്റിയതല്ലേ പിന്നെ എന്തിനങ്ങനെ എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ആർക്കും കലാകാലം തെറ്റിക്കണം ആഗ്രഹം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ ചെറിയ വിഷയത്തിലായിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അത് പൊളിക്കുവാൻ ചിലപ്പോൾ നേർക്കേരെ പോയി സംസാരിക്കാൻ ചിലപ്പോൾ നമുക്ക് മടിയുണ്ടാവും. അപ്പൊ അത് പൊളിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു പുഞ്ചിരിയും ജസ്റ്റ് ഒരു സംസാരമൊക്കെ നമുക്ക് ഉപകരിക്കും. അപ്പോൾ അറിയുന്നവരോടും പരിചയക്കാരോടും മാത്രമല്ല ശത്രുക്കളോട് പോലും പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ സർ. മാജിക് മോർണിംഗ്. വളരെ മാജിക് മോർണിംഗ് സർ. പറഞ്ഞോളൂ സർ. നൗഫൽ സർ. സാറ് പറഞ്ഞോളൂ, കൃഷ്ണമൂർത്തി സാർ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓക്കെ, മാജിക് മോർണിംഗ്. പിന്നെ ടോപ്പിക് കുറച്ച് പുതിയതാണെങ്കിലും നേരത്തെയും കേട്ടിട്ടുണ്ട്. എന്നാലും വളരെ രസകരമായി തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ബിസിനസ് രംഗത്ത് കുറെ കൂടി യൂസ്ഫുൾ ആണെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഞങ്ങൾ കൗണ്ടറിൽ ബിസിനസ് ചെയ്യുമ്പോഴും ഒരു നമ്മളിങ്ങനെ ചേച്ചും കൊണ്ടുള്ള ഫേസ് കാണുമ്പോഴത്തേക്ക് അവര് താനെ ചിരിച്ച് നമ്മളുടെ പിന്നെ അകത്തോട്ട് കയറി വരുന്നത്. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് കാണുന്നുണ്ട്. നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സർ. നൗഫൽ സർ. അതെ, സാറ് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഏതൊരവസ്ഥയിലാണെങ്കിലും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ നല്ല ടോപ്പിക്കാണ്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ഇത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്കതിന് റിസൾട്ട് കിട്ടും. ഏതവസ്ഥയിലും നമുക്ക് ടെൻഷൻ ആയിക്കോട്ടെ, ഏത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. നമുക്ക് അപ്പം തന്നെ ഒരു ഹാപ്പി ആയി ഇരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആയുസ് കൂടുന്നൊക്കെ പറയുന്നുണ്ട് പല ബുക്കുകളിലും. പിന്നെ അതേപോലെ ഈ പരിചയമില്ലാത്ത ആളുകളോടൊക്കെ നമ്മളിങ്ങനെ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു പുഞ്ചിരിക്കും. അപ്പൊ അവർക്കൊരു സന്തോഷമാണ്. അവരും ഏത് മൂഡിലാണെന്ന് അറിയില്ല, പക്ഷെ അവര് ഏതവസ്ഥയിലാണെങ്കിലും നമ്മളൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ യാത്രയിലൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ചിന്തകളിലൊക്കെ ആകുമ്പോൾ ചെറിയ കുട്ടികളൊക്കെ ചിരിക്കുന്ന കാണാം നമ്മളറിയാത്ത കുട്ടികളൊക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചിരിക്കുമല്ലോ, അപ്പൊ നമ്മളെ മൂഡ് മാറി. അതാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മളറിയാത്ത വലിയ ആളുകളൊന്നും നമ്മളങ്ങനെ ചിലപ്പോൾ പരിചയം അത് ഫോണിലൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ചിരിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു കുട്ടിയെ പോലെ നമ്മൾ എപ്പോഴും ചിരിക്കാൻ ശ്രമിക്കും. കാരണം ഒരു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ദിവസം അത്രമാത്രം ചിരിക്കുന്നുണ്ടെന്നാണ്. നമ്മളും അത്രമാത്രം ചിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തില്. പക്ഷെ നമ്മളെ ചിന്തകളൊക്കെ മാറിയപ്പോൾ നമ്മൾ ചിരി കുറഞ്ഞു. നമുക്കൊരു സിനിമ കാണുന്നവരാണ് നമുക്ക് അറിയാൻ പറ്റൂ. മുമ്പ് ഒരു സിനിമയിൽ പേര് ഓർക്കുന്നില്ല, ഒരു കുട്ടി എന്നും ആ ഓഫീസിലേക്ക് പോകുമ്പോ സെക്യൂരിറ്റിനോട് എന്നും പുഞ്ചിരിച്ചു പോകും. അങ്ങനെ പെട്ടെന്ന് പിന്നെ ആ കുട്ടി മിസ്സായി പോവാ, ഫ്രീസറിൽ എവിടെ കുടുങ്ങി പോവാ, ഫ്രീസറിൽ. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ആർക്കും എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഈ സെക്യൂരിറ്റി അത് ഓർത്ത് വെക്കുന്നുണ്ട്. സെക്യൂരിറ്റിനെ എന്നും കാണുമ്പോൾ ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറുക, തിരിച്ചു പോകുമ്പോഴും അതേപോലെ തന്നെ. അപ്പൊ ആ കുട്ടി പുറത്തേക്ക് പോയിട്ടില്ല എന്ന് സെക്യൂരിറ്റിന്റെ ഒരു വാക്കിലാണ് പിന്നെ ആ കുട്ടീന്റെ രക്ഷിക്കാൻ അവർക്ക് പറ്റുന്നത്. അപ്പൊ നമ്മൾ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ഓർക്കും എന്നുള്ളതാണ്. ഏത് സമയത്തും നമ്മളെ പിന്നെ ഓഫീസുകളിലായാലും ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ എന്ന് പരസ്പരം കാണുന്നവരാകുമ്പോൾ നല്ലൊരു സൗഹൃദം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ നല്ല ടോപ്പിക്കായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. നൗഫൽ സർ. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. പുഞ്ചിരി നല്ലൊരു വിഷയം. പുഞ്ചിരി നമ്മളെയും കൂടി പേഴ്സണൽ ആവശ്യമാണ്. കാരണം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ കുറെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ ജനറേറ്റ് ചെയ്യും.
അപ്പോൾ ഡൊപ്പാമീൻ അങ്ങനെയുള്ള സാധനങ്ങൾ, ഓക്സിറ്റോ. അപ്പൊ അതൊക്കെ നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണ്. അത് നമ്മളിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ ജനറേറ്റ് ചെയ്യും. നൗഫല് പറഞ്ഞ മാതിരി നമ്മൾ ചിരിക്കുന്ന ഒരാൾക്കും ആരെ നോക്കി ചിരിക്കുന്ന അവരിലും ആ ചിരിന്റെ മറുപടി വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവരിലും വരും. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. എനിക്ക് ഫോൺ ഓക്കെ, താങ്ക് യു ബഷീർ സർ. സിന്ധു മാം. മാജിക് മോർണിംഗ്. ഹായ്, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, ഒരാളുടെ ദേഷ്യം കുറയ്ക്കാൻ നമ്മൾക്ക് ചിരിയെ കൊണ്ട് സാധിക്കും. കാരണം നമ്മളൊന്ന് ചിരിച്ചാൽ ചിലപ്പോൾ എത്ര ദേഷ്യപ്പെട്ടു വരുന്ന ആളാണെങ്കിലും നമുക്ക് അവരുടെ മുഖത്തേക്ക് ചിരിച്ചു കഴിഞ്ഞാൽ അവരെ ഉള്ളിലും അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ദേഷ്യം ഒന്ന് കുറഞ്ഞു കിട്ടും. കാരണം ഇവിടെ ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ചീത്ത പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിരിക്കുക ചെയ്യാം. അപ്പൊ ഏട്ടൻ പിന്നെ ഒന്നും കൊണ്ടില്ല. അപ്പൊ അത് ഒരു നല്ല കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ഇന്ന വഴിക്ക് പോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അനുവാദം ചോദിക്കുന്ന സമയത്തും ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അത് സമ്മതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊക്കെ നല്ല ഒരു എക്സ്പ്രഷനാണ്. പിന്നെ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോ, ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ അംഗൻവാടി ടീച്ചറാണ്. നമ്മളിങ്ങനെ പോണ വഴിക്ക് ഒരുപാട് പേര് നമ്മളെ കടന്നു പോകും. അപ്പൊ ചിലരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് ചിരിക്കുമ്പോ നമ്മൾ അങ്ങോട്ട് ചിരിച്ചില്ലെങ്കിൽ, ഓ ആ ടീച്ചർക്ക് എന്തൊരു ഗമയാ, ടീച്ചർ ചിരിക്കണമില്ല, എപ്പോഴും ഭയങ്കര മസിൽ പിടിച്ചു പോണ ടീച്ചറാണ്, അങ്ങനെ പറയുള്ളൂ. അപ്പൊ നമ്മൾ ആരെ കണ്ടാലും ഒന്ന് ചിരിച്ച് സംസാരിച്ച് പോകുമ്പോ അത് നമ്മളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അത് തിരിച്ച് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവരും ഒരേ മൈൻഡിലാവണല്ലോ പോണത്. അപ്പൊ ഈ ബി-മേജിക്കിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും എന്തായാലും എല്ലാവരോടും ചിരിക്കും, അത് ഉറപ്പാണ്. കാരണം നമുക്ക് നിരന്തരം കിട്ടുന്ന ക്ലാസ്സുകൾ നമ്മളെ ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു. പുതിയ ആളുകൾ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞോട്ടെ. അതെ, ഞാനിപ്പോ വിളിക്കാനിരിക്കുകയായിരുന്നു. ഷീനാനെ ഒന്ന് വിളിക്കോ? ആരായിരുന്നു? ഷീന കേൾക്കുന്നുണ്ടോ? ഹലോ ഷീന. മുസ്തഫ സാറിനെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹലോ, ആ സർ പറഞ്ഞോളൂ. ഇന്നത്തെ ക്ലാസ് കുഴപ്പമില്ല, നല്ല ക്ലാസ്. മനുഷ്യനിക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ് എന്നൊരു ചിരി. അപ്പൊ ഇന്നിപ്പം ആൾ പരസ്പരം കാണുമ്പോൾ ഒക്കെ ചിരിക്കുമ്പോൾ എല്ലാം ഒരു ബന്ധങ്ങൾ കൂടുതൽ അടുത്ത് വരേണ്ട സാധ്യതയുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് ആവശ്യമുള്ളതുമാണ് ചിരി. ഓക്കെ, അതിലൊരു പുതിയ ആളുണ്ടല്ലോ മോളെ, സീരിയസ് ഇതു. അത് നമ്മുടെ സാറായിരുന്നു മാം. ആ ഓക്കെ. കുറെ ആളുകൾ പുതിയതുണ്ടല്ലോ. ഷീന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഷീന കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് പറയാവോ? ഇന്നത്തെ ക്ലാസ് നന്നായിരുന്നു. നമ്മളെപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് ഇപ്പോഴത്തെ തിരക്കിന്റെ ഇടയിലൊക്കെ പെട്ടിട്ട് ചിരിക്കുക എന്നുള്ളൊരു കാര്യം. അത് ക്ലാസ്സിൽ കൂടെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇന്നത്തെ തിരക്കിന്റെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഒരു നല്ല ക്ലാസ് തന്നെയായിരുന്നു. ചിരി എപ്പോഴും നമ്മൾ ഓർത്ത് ചെയ്യേണ്ട കാര്യമല്ല, ചിലപ്പോൾ മറന്നുപോകും തിരക്കിന്റെ ഇടയിൽ. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകൾ അതിന് ഉപകരിക്കും. പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. താങ്ക് യു. നിങ്ങൾ സ്ഥലം എവിടെയാ വരുന്നേ? എന്താ ചെയ്യുന്നത്? തൃശ്ശൂരാണ്. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നത്. ഉണ്ടല്ലേ? ഓക്കെ. ശരി, എനിവേ താങ്ക് യു സോ മച്ച്. പരിചയപ്പെടുത്താൻ ഉപകാരം. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുമ്പ്. ഞാൻ ഷീന. താങ്ക് യു. മുസ്തഫ. ഓക്കെ, പൊന്നാനിയാണ്. പൊന്നാനി. സിന്ധുവിന്റെ നാടാണ്. ടീച്ചറാണ് ഇതിലേക്ക് എന്നെ
കോണ്ടാക്ട് ചെയ്തതും ഇതിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതും. ടീച്ചർ മിക്കവാറും പൊന്നാനിക്കര നന്നാക്കിയിട്ടേ ഉറങ്ങുള്ളൂ. അല്ല, ടീച്ചറിന്റെ അനുഭവമാണ് നമ്മളിതിലേക്ക് പ്രേരിപ്പിച്ചത്. അത് ഞാൻ ശബ്ദം എടുത്തേക്കാം സാറേ, പൊന്നാനിക്കരെ നന്നാക്കാൻ നോക്കൂ. ടീച്ചറാണ് നമ്മളിലേക്ക് തോന്നുന്നത്. ടീച്ചറിന്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചു. നമ്മളിതിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. കടല് വരെ നന്നാക്കാനുള്ള പരിപാടിയാണ് പൊന്നാനിയില്. പൊന്നാനിയിലെ കടല് വരെ നന്നാക്കാനുള്ള പരിപാടിയിലാണ് അറിയാം. കുറച്ച് ചെറുപ്പക്കാരെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് കുട്ടികളോട്. അവർ കേറാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അവര് ഒന്ന് റെഡിയാക്കാണ്ട്. വേറെ ആരാ? മുസ്തഫ സാർ അപ്പൊ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള എല്ലാ സെഷനിലും കയറുക. അപ്പൊ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും സിന്ധു മാം കാര്യം ക്ലിയർ ചെയ്ത് തരും. ഓക്കെ ഓക്കെ. നജില ഉണ്ടല്ലോ, നജില. നജില കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്താണ് ഇന്നത്തെ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാവോ? ഓക്കെ. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഹലോ നിജില പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ. നജിലെ പരിചയപ്പെടുത്തിക്കോളൂ, പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ, സ്ഥലം പറഞ്ഞോളൂ. അറിയാത്തവരുണ്ടാവും. ഞങ്ങൾക്ക് മാത്രമല്ല പരിചയമുള്ളൂ, പരിചയമില്ലാത്ത ഒരുപാട് ആളുണ്ട് ഇതില്. നജില വർക്കില. എന്താണെന്നറിയാം. വിളിക്കോ? മാഡത്തിനൊന്ന് വിളിക്കാമോ? ആരെയായിരുന്നു? ജെസ്സി അല്ലേ? അതെ അതെ. ഹലോ, ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പുഞ്ചിരി എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കാണ്. ഞാൻ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരാളാണ്. ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ചിരിക്കും. എന്നിട്ട് എല്ലാവരും പറയും ഇത് നേരും ചിരിക്കുന്ന ഒരാളാണെന്ന്. എന്നെക്കുറിച്ച് നമ്മൾ ഇൻട്രാക്ഷൻ ക്ലാസ്സിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും അവർ ഒപ്പമുള്ള ആളുകൾ പറയുന്നത് ഞാൻ ചിരിക്കുന്ന ഒരാളാണെന്നാണ്. എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോ എല്ലാ ടൈമും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സോ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ മാം. കീർത്തന. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ എപ്പോഴും പൊതുവെ ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പേരെന്നെ ചിരിക്കുടുക്കാന്നല്ലൊരു പറയാ. അപ്പൊ എന്താ പറയാ, സാറിന്റെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാനും പൊതുവെ എല്ലാരോടും ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുഞ്ചിരി എല്ലാവർക്കും നല്ലൊരു ടോപ്പിക്കാണ് സാറ് പറഞ്ഞത്. ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാരോട് നമ്മള് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ശ്രീകൃഷ്ണ മാം ഉണ്ട്, ഹഫ്നിസ് ഉണ്ട്, ബീന മാം, ദിവ്യ മാം, അഖില മാം, രഞ്ജിത്ത് സർ, ഷൈനി മാം. നിസ്സംഗമൊക്കെ പുഞ്ചിരിയെ കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ പരിചയപ്പെടുത്തിയപ്പോ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാനൊന്നും പറയുന്നില്ലല്ലോ ക്ലാസ് ഇട്ടിട്ട്. ഹലോ നൗഫൽ സർ, എനിക്ക് ക്ലിയർ ആയില്ല പറഞ്ഞത്.
നിസാമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ നല്ലോണം ചിരിച്ചുകൊണ്ടായിരുന്നു എന്ന് പറയാം പരിചയപ്പെടുത്തിയതൊക്കെ. അപ്പൊ അവര് പുഞ്ചിരിയുടെ ക്ലാസ് ഒന്നും കേട്ടിട്ട് ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് അതെ അതെ. ഫീഡ്ബാക്ക്. ഹഫ്നിസ മാം. ഓക്കെ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഉം. ഇത് ചിരി എന്ന് പറഞ്ഞ എന്റെ ഒരു എന്താ പറയാ, ഗുഡ് മോർണിംഗ് സാർ. ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ക്ലാസ് കിട്ടുന്നത് എനിക്ക്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനൊക്കെ എപ്പോഴും മിക്കവാറുമൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയണത് ശരിക്കും ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏത് ടെൻഷനുള്ള സമയത്താണെങ്കിലും നമ്മൾ ചെയ്ത സഡൻ ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണ്. അതുപോലെ തന്നെ ആരടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴും ഒരു പുഞ്ചിരി വെച്ചോണ്ടേ സംസാരിക്കുള്ളൂ. അപ്പോൾ അത് തിരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ സ്വന്തം എക്സ്പീരിയൻസ് ഒന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. ഇവിടെ എന്തായിരുന്നാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഹഫ്നിസ മാം ഒന്ന് കണ്ടിന്യൂ ചെയ്യാവോ? പറയാം. ഞാൻ പറഞ്ഞാല് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ചിരിക്കുന്നോണ്ട് തന്നെ എല്ലാരും എന്റെ അടുത്ത് പറയാറുണ്ട്, എന്തിനിങ്ങനെ ചിരിക്കുന്നേ, എല്ലാരോടും ഈ ചിരിച്ചു പിടിച്ചിട്ട് തന്നെ നിന്നോളൂന്നല്ലോ എന്നൊക്കെ പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നോട് ആർക്കും അങ്ങനെ ദേഷ്യം തോന്നാറില്ല. കാരണം ദേഷ്യം പെട്ട് ഇങ്ങോട്ട് തന്നെ എനിക്ക് ചിരി വരും. അപ്പൊ പിന്നെ അത് എന്റെ ജോലി സ്ഥലത്തായാലും നമ്മളെ ബോസ് ചീത്ത പറയുമ്പം എന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത പറയുമ്പോ മാമിന് ചിരി വന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്റെ അടുത്ത് പറയും, നീ ഉള്ളിലേക്ക് പോയി എന്ന് പറയും. ആ ഒരു സിറ്റുവേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എന്റെ ലൈഫില് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ആ സമയം എന്നെ കണ്ടിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണുമ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാ തോന്നുന്നത്. കാരണം നമുക്കൊക്കെ ടെൻഷനാ നിന്നെ കാണുമ്പോ, പക്ഷെ നീ എപ്പോഴും ചിരിച്ചിട്ട് പ്ലസന്റ് ആയിട്ട് നിൽക്കുന്ന കാണുമ്പോ നമുക്കൊരു സന്തോഷം ഉണ്ട് എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാല് നിന്റെ ഈ ചിരി കാണുമ്പോന്ന് നമുക്കൊരു സന്തോഷം, പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതാണെങ്കിൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ എന്താ പറയണ്ടേന്ന് ഇങ്ങനെ വിചാരിച്ചു നിക്കാന്ന്. പിന്നെ എന്താ പറയാ, അങ്ങനെ കുറെ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാല് എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമോ വാശിയോ ഒന്നും തോന്നാറില്ല. അതിപ്പോ എന്നെ ഉപദ്രവിച്ച ആളായാലും ശരി, എന്നെ എന്തെങ്കിലും പറഞ്ഞവരായാലും ശരി, അവരോടൊക്കെ എനിക്ക് അതുകൊണ്ട് എന്റെ വീട്ടുകാർ എല്ലാരും ചോദിച്ചിട്ടുണ്ട്, നിന്നെ എത്ര ഇങ്ങനെ പറഞ്ഞിട്ടും നീ എന്താ അവരുടെ അടുത്ത് പിന്നെയും പോയിട്ട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നേ പറയും. കാരണം അതിനെന്താ കുഴപ്പമില്ല, അതവരെന്നാ അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ സിറ്റുവേഷൻസ് അല്ലേ, പിന്നെ എന്തിനാ അവരുടെ അടുത്ത് അങ്ങനെ. ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നതാണ്, അല്ലാണ്ട് എന്താ പറയാ അതേ പിടിച്ചിട്ട് തന്നെ നിൽക്കുന്ന ഒരാളല്ല. അപ്പൊ പിന്നെ എന്താ പറയാ, ചിലപ്പോ ഞാൻ വന്ന ആ സിറ്റുവേഷൻസും കാര്യങ്ങളും അതായിക്കൊണ്ടായിരിക്കും. പക്ഷെ ഒരുപാട് എന്താ പറയാ, എനിക്ക് ഒരു മോശം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാല് അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ മോശമായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഈ ചിരിച്ചിട്ട് തന്നെ എന്താ പറയാ, എന്റെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് എന്റെ അടുത്ത്, കാരണം നീ സന്തോഷം വന്നാലും ചിരിക്കും, സങ്കടം വന്നാലും ചിരിക്കും, നിനക്ക് സന്തോഷാണോ സങ്കടാണോ എന്ന് നമ്മൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് പറയും. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഈ ധൈര്യം, നിന്റെ ചിരി, ഇതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത് പറയും. അങ്ങനൊക്കെ പറഞ്ഞ ഒരു കുറെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പ്ലസന്റ് ആയിട്ട് നിന്നാ അത് നമ്മൾക്ക് തന്നെയാണ് കൂടുതൽ ഒരു കുറച്ച് എനർജി കിട്ടും. കൂടുതൽ മുന്നോട്ട് എന്ത് ചെയ്യണം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നമുക്ക് ആ മൈൻഡിലൊക്കെ നന്നായിട്ട് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്താ ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും നമ്മൾ പ്ലസന്റ് ആയിട്ട് ഇരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ്. ഇന്നലെ സ്മൈൽന്ന് കണ്ടപ്പോ എന്താ പറയാ, എനിക്ക് ആ ഒരു എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു.
പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്, പക്ഷെ അപ്പൊ ടൈം ഇല്ലല്ലോ ഇപ്പൊ. താങ്ക് യു സർ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ അഫ്നിസ മാം, താങ്ക് യു സോ മച്ച്. മാമിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ചിരിയുടെ മാം എത്രത്തോളം പ്ലസന്റ് ആണ് എന്നുള്ളതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എനിവേ ഇന്നത്തെ സെഷനിൽ മാമിന്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയതിൽ ഞങ്ങളും മാമിനെ പോലെ വളരെ ഹാപ്പിയാണ്. സോ ലൈഫ് ലോങ് ഈ ചിരിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. താങ്ക് യു. ഓക്കെ. ശ്രീഷ്ണ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹായ്, മാജിക് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. സ്മൈൽ എന്നുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഒരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അതിലെ ഒരു സബ്ജക്റ്റ് തന്നെ സ്മൈൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു പീപ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപെടണം, എങ്ങനെ നമുക്കൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് സ്മൈല് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് പോലെ ചെയ്തിട്ടുമുണ്ട്. നമുക്ക് അറിയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചിരിച്ച് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ്, എങ്ങനെയാണ് നമുക്കൊരു പുതിയൊരു എൻവിറോൺമെന്റിൽ ഒരു പെട്ടെന്ന് ജെല്ലാവാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിരിക്കുക, ഇപ്പൊ ദേഷ്യമുള്ളവരുടെ അടുത്തും ചിരിക്കാം, പക്ഷെ അത് ഓൾറെഡി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ചിരിക്കാം. പക്ഷെ സിറ്റുവേഷൻ നമ്മൾ നോക്കണം. ഇപ്പൊ പ്രസന്റ്ലി ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു കോൺഫറൻസ് റൂമിൽ വിളിച്ച് നമ്മളോടൊരു സീരിയസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴവർ ദേഷ്യപ്പെടുവാണെങ്കിൽ നമ്മൾ ചിരിക്കരുതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ നോക്കണം. അവർ സീരിയസ് ഡിസ്കഷനാണ് നടത്തുന്നതെങ്കിൽ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്നെങ്കിൽ അപ്പം നമ്മൾ ചിരിക്കരുത്. ഇപ്പൊ നോർമൽ ആയിട്ട് ഒരു ചീത്ത പറയാണ്, വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതിലാണ് പോകുന്നതെങ്കിൽ അപ്പം നമ്മൾ ചിരിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷെ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ ചിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊരിക്കലും ഒരു വിയേർഡായിട്ട് തോന്നരുത്, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശ്രീഷ്ണ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, എനിവേ ഹലോ. ടീം മെമ്പർ. ഹലോ. അതെ, റേഞ്ച് ഇഷ്യൂ ആയിരുന്നേ, കട്ടായി പോയതാണ്, സോറി കേട്ടോ. ഓക്കെ പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തേത്. പൊതുവെ എല്ലാവർക്കും എന്താണ്, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്താ ഞാൻ എല്ലാവരോടും ചിരിക്കുന്ന ഒരാളാണേ. അപ്പൊ ഞാൻ എല്ലാവരും ഇങ്ങനെ, ചിലർക്ക് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ, ഞാനിപ്പോ എല്ലാവരും മുഖത്ത് നോക്കിയാലും ചിരിക്കും. അപ്പൊ ചിലര് നമുക്ക് ആ ചിരി തിരിച്ചു തരാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കും, എന്താ ഇപ്പൊ ഇവർക്ക് തിരിച്ച് നമ്മളോട് ചിരിച്ചാല്. ഇപ്പൊ ചിരി എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് ഒരു ചെലവും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓരോരുത്തരും നമ്മൾ പറയാം, നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ നമ്മൾ ആ ഒരു ചിരിയിലൂടെ ആകുമ്പോൾ നമുക്ക് ആ അന്നത്തെ ദിവസം തന്നെ ഒരു നല്ലൊരു പ്രസന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തിരിച്ചു കിട്ടാത്താകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നാറുണ്ട്. അതായത് ഒരു മനുഷ്യന് തമ്മിൽ ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ശക്താക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിരി. അതൊരു ചെലവും ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അതുപോലും കൊടുക്കാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മൾ ചിരിക്കും, നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷം, ഒരു എന്താ പറയാ, നമുക്കൊരു സമാധാനമൊക്കെ കിട്ടുന്ന ഒറ്റ ഒരു സംഭവമാണ് നമ്മുടെ ചിരി. അതൊരു ചെലവും ഇല്ലാതെ നമുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരാളുടെ ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് ആ ചിരിയിലൂടെ മാറ്റാൻ പറ്റും. ഒരുപാട് സങ്കടമായിട്ടിരിക്കുന്ന ഒരാള് നമ്മളെ ഒരു ചിരിയിൽ ചിലപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഭാഷയില്ലാണ്ട് ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സംഭവമേ ഉള്ളൂ ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ പൊതുവെ എല്ലാരും പറയാറ്. അപ്പൊ അത് എന്താ പറയാ, നമ്മുടെ വിശ്വാസവും സൗഹൃദവും ഒക്കെ വളർത്തുന്ന ഒരു സംഭവമാണ് ഈ പുഞ്ചിരി എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു നജ്ല, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ 2 വരി പാട്ട്. ഞാനിപ്പം സിന്ധു അടുത്താണ് ചോദിക്കാനിരിക്കുകയായിരുന്നത്. കാരണം ഞങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പോ ഒരു 5 മിനിറ്റ്സും കൂടി ഉണ്ടായപ്പോ സിന്ധു ആരുടെങ്കിലും കാരണം എല്ലാവരും ഹാപ്പി മോഡിലാണല്ലോ. ഒരു പാട്ട് ആരെങ്കിലും പാടാവോ എന്ന് ചോദിക്കാനിരിക്കുന്നതിന് താങ്ക് യു സിന്ധു. 2 വരി പാടുള്ളൂ കേട്ടാ. മതി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ
നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ഓക്കെ, താങ്ക് യു. അതാണ് കഥ. ചിരിക്കുമ്പോ നമ്മളെ കൂടെ ചിരിക്കാൻ ഒത്തിരി പേരുണ്ടാവും, പക്ഷെ കരയുമ്പോ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്റെ നിഴലും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ടത്. ചിരിപ്പിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ ഒരാളെ കരയിപ്പിക്കാൻ നമുക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല. ഇങ്ങനെ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സിന്ധു മാം, താങ്ക് യു സോ മച്ച്. സോ ഇനി ആർക്കെങ്കിലും ഒരാൾക്കും കൂടി ഒരു പാട്ട് പാടാവോ? മാജിക് മോർണിംഗ് മാജിക് മോർണിംഗ് സർ. സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നല്ലൊരു സബ്ജക്റ്റ്, അത് പവർഫുൾ സബ്ജക്റ്റ് തന്നെ, അതുപോലെ തന്നെ പവർഫുൾ ഫീഡ്ബാക്കും ആണെന്ന്. അപ്പൊ നല്ലൊരു അതെ, സെഷൻ ആയിരുന്നു. നമ്മള് എന്തും തിരിച്ചു നമ്മൾ കൊടുത്താൽ അപ്പൊ തന്നെ തിരിച്ചു കിട്ടുന്ന ഒരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ ഭാഷ അറിയാത്തവർക്ക് പോലും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അത്യുത്തമമായ ഒരു ടൂൾ തന്നെ. അപ്പൊ എപ്പോഴും സന്തോഷം തോന്നുമ്പോൾ നമുക്ക് ചിരി വരും. അപ്പൊ ഹാപ്പിനെസ് ഹോർമോൺസ് എല്ലാം നമുക്ക് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നല്ല ഉത്തമമായ ഒരു ടൂൾ തന്നെയാണ് ഈ ചിരിക്കുക എന്ന് പറഞ്ഞാല് സ്മൈല്. അപ്പൊ സ്മൈലിന്റെ ശരിക്ക് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം തന്നെ സ്വീറ്റ് മെമ്മറീസ് ഇൻ ലൈഫ് എക്സ്പ്രഷൻ എന്നാണ്, അല്ലെങ്കിൽ ഷോയിങ് മാജിക് ഇൻ ലൈഫ് എവറി ഡേ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഈ ചിരിന്റെ മാൽപ്യം അത്രയും വളരെ ലളിതമായ വാക്കുകളിലൂടെ എന്ന് പറഞ്ഞത്, അതിന്റെ ഒരു ബെനിഫിറ്റ്സ് എത്രയൊക്കെയാന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പൊതുവെ അറിയെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതിൽ കൂടുതലായിട്ട് നമ്മൾ വിവരങ്ങൾ കിട്ടാനും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ്സിലും ഫീഡ്ബാക്കുകളിലൊക്കെ അത് മനോഹരമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് മാം. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു മണി സർ. ഇതുപോലെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന സമയത്തോ, ഓഫീസിൽ മോർണിംഗും ഈവനിങ്ങും കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് ഇതേപോലെ ഡെയിലി കാണുന്ന ഒരുപാട് പേര് ആളുകളുണ്ട്. എനിക്ക് മുമ്പ് പരിചയമുള്ള ആളുകളൊന്നുമല്ല, പക്ഷെ അവരെൻ്റെ അടുത്തും ചിരിക്കും, ഞാൻ അവരുടെ അടുത്തും ചിരിക്കും. പക്ഷെ ആ ഒരു ചിരി കാരണം ഞങ്ങൾ ഭയങ്കര അറിയുന്ന ആളുകളെ പോലെയായി. പക്ഷെ എനിക്ക് അവരെ കുറിച്ചൊന്നും എനിക്കും അറിയില്ല, അവർക്ക് എന്നെ കുറിച്ചും അറിയില്ല. പക്ഷെ കാണുമ്പോൾ പെട്ടെന്ന് ചിരിക്കും, കാരണം നമുക്ക് അത്രയും അറിയുന്ന ആളുകളോട് ചിരിക്കുന്ന പോലെ ചിരിക്കും. പക്ഷെ നമുക്ക് അത്ര ഒരു റിലേഷൻ ആയിന്ന് തോന്നിപ്പോവും അവരുടെ അടുത്ത്. കാരണം അങ്ങനെ ചെറിയ ഉള്ളൂ, ബട്ട് നമുക്ക് അത്രയും അറിയുന്ന ആളുകളെ പോലെ നമുക്ക് തോന്നും. അതാണ്, നമുക്ക് ഡെയിലി ഒരു ചെറിയ ആർക്കെങ്കിലും ചിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നമ്മുടെ മൈൻഡും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കും. സോ എനിവേ ടീം മെമ്പേഴ്സ്, മണി സാർ പറഞ്ഞ പോലെ ഇന്നത്തെ ഫീഡ്ബാക്ക് സെക്ഷനും അത്രയും പവർഫുൾ ആയിരുന്നു. സോ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അത്രയും പ്ലസന്റ് ആയിട്ട് ഇരിക്കട്ടെ, ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒരു ഇന്നത്തെ ക്ലാസ് കാരണം ചിരിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തലായതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരുടെ ചിരിക്കുക, സംസാരിക്കുക. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ശേഷം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അപ്പോ എന്തായാലും സന്തോഷം എല്ലാവരും നല്ല വാക്കുകൾക്ക്. ഞാന് എനിക്ക് വേണമെങ്കിൽ ഫുൾ ടൈം ഈ ടൈം അത്രയും സമയം എടുത്ത് സംസാരിക്കായിരുന്നു, പക്ഷെ ഞാൻ ബോധപൂർവം തന്നെയാണ് നിർത്തിയത്. കാരണം പറയേണ്ട കാര്യങ്ങൾ കുറഞ്ഞ വാക്കുകളിൽ കുറഞ്ഞ സമയം കൊണ്ട് പറയാ. ബാക്കി എല്ലാവരും, ഒരാൾ മാത്രമല്ല, എല്ലാവരും എക്സ്പെർട്ട് ആളാണ്. അവരുടെയൊക്കെ ആ ഒരു റിഫ്ലക്ഷൻസ് തിരിച്ചു കിട്ടുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടാവും. അതിലൂടെ വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അതും കൂടി നമുക്ക് ഇന്ന് അനുഭവിക്കാനായി എന്നുള്ളതാണ് സന്തോഷം. ഞാൻ ഇന്നലെ ഒരു ട്രെയിൻ സെഷൻ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ 4 പോയിന്റുകൾ പുതിയ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, ഒരു ഇവന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 4 പോയിന്റുകൾ, പ്രത്യേകിച്ച് ന്യൂജൻ ടീമിനൊക്കെ അഡ്രസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ 4 പോയിന്റിൽ ഒരു പോയിന്റ് അതായിരുന്നു. ഒന്ന്, നമ്മളുടെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സ്റ്റേജ് സിസ്റ്റങ്ങള്, ട്രഡീഷണൽ ആയിട്ടുള്ള അജണ്ടകള്, ട്രഡീഷണൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നതിന് പകരം പുതിയ രീതികൾ സ്വീകരിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും എക്സ്പേർട്ടുകളാണ്, ഞാൻ മാത്രം അല്ലെങ്കിൽ വരുന്ന ഒരാൾ മാത്രം എക്സ്പേർട്ട് ആണെന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് എല്ലാവരെയും എക്സ്പേർട്ട് ആയിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സദസ്സ് വളരെ നന്നായിട്ട്, ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനിലും അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ ഒരു പ്രാക്ടീസ് കൂടിയായിരുന്നു ഇന്നത്തത്. അതോടൊപ്പം തന്നെ ചുരുങ്ങിയ സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും നമ്മൾ ശീലിക്കേണ്ട വലിയൊരു മാതൃകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ടീം. Thank you, sir. Thank you all. Have a nice day. Thank you all. Thank you. Sir, thank you all. Thank you all. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. എനിവേ താങ്ക് യു സോ മച്ച്.